ആകാശേ, കാറ് സ്ഥലമുണ്ടല്ലോ, നമുക്ക് ഒരുമിച്ച് പോവാം. വാ പോവാം. ശ്രേയ മാഡത്തിന്റെ കാലിലെ കെട്ടഴിഞ്ഞും തോന്നുന്നു. എനിക്ക് കുഴപ്പമൊന്നുമില്ല മക്കളെ. വേദനയുണ്ടോ ബാലമ്മ? ആ, ചെറുതായിട്ട്. ആ മോനെ, നീ എത്തിയോ? പൊന്നു എന്തി കണ്ടില്ലല്ലോ. നേരെ ഓഫീസിലേക്ക് പോയോ? അമ്മയ്ക്ക് എന്തിനാ കേടാ? ഒന്നു കിന്നു. മോനെ, നിനക്ക് എന്താടാ പറ്റിയേ? എന്റെ മരുമോൾ എവിടെയെന്നല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. അതിന് നീ എന്തിനാ വഴക്കിന് വരുന്നേ? അമ്മേ, ഇനി ഒരു പ്രാവശ്യം കൂടെ ആ പിശാചിന്റെ പേര് പറഞ്ഞാലുണ്ടല്ലോ. ഞാനാകെ തീ പിടിച്ച് നിൽക്കുക. ഭർത്താവിനെ കുടുംബത്തെ സ്നേഹിക്കാനുള്ള വരുമോള്, എന്നാ അവളോ നമ്മുടെ കുടുംബത്തെ തകർത്തെറിയാമെന്ന പിശാച. നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? പൊന്നൂനൊന്നും പറയരുത്. അമ്മേ, ഞാൻ പറഞ്ഞു പൊന്നു. എന്റെ ജീവിതം കുത്തിക്കീറിയ ചെകുത്താണ് ജന്മം. മോനെ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഹണിമൂണാണെന്ന് പറഞ്ഞ് പോയിട്ട് അമ്മയുടെ മുന്നിൽ വെച്ച് ഞാൻ തുറന്നു പറയാം. ഞങ്ങൾക്കിടയിൽ ഒന്നും സംഭവിക്കാതിരിക്കാൻ അവൾ എന്തൊക്കെ ചെയ്തതെന്നറിയൂ? ഓരോ രാത്രിയും ഓരോ പ്രശ്നങ്ങളായിരിക്കും. അത് യാഥാർത്ഥ്യത്തിൽ ഉണ്ടാകുന്ന ഞാനും വിശ്വസിച്ചു. പക്ഷെ പിന്നീട് മനസ്സിലായത് എല്ലാം അമ്മ എനിക്കായി കണ്ടെത്തിയ ആ രാക്ഷസിന്റെ പ്ലാനിങ് ആയിരുന്നെന്ന്. എന്റെ സന്തോഷങ്ങളെല്ലാം ഇല്ലാതാക്കാൻ വന്നവളാ അവള്. അങ്ങനൊന്നും അല്ലടാ. എങ്ങനെയല്ലെന്ന് ഞാൻ പറയുന്ന അമ്മയ്ക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലേ? 3 ദിവസവും ഹണിമൂൺ ആഘോഷിക്കാമെന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുപോയിട്ടേ 2 രാത്രിയും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവൾ എന്നെ മാറ്റി നിർത്തി. ഹോസ്പിറ്റലായി, പോലീസ് സ്റ്റേഷനിലൊക്കെ ആയി. 3ാമത്തെ രാത്രി ഗുണ്ടകളെ വിട്ട് എന്നെ കിഡ്നാപ്പ് ചെയ്യിച്ചു.
ആ ഗുണ്ടകളിൽ നിന്ന് രക്ഷപ്പെട്ട് ഞാൻ ഇന്നലെ രാത്രി ആ റൂമിൽ എത്തിയിരുന്നെങ്കിൽ ഞാൻ അവളുടെ ഒപ്പം ഉണ്ടാവുന്ന കരുതി എന്നെ കൊല്ലാനും അവള് മടിക്കില്ലായിരുന്നു. കണ്ണിച്ചോരയില്ലാത്തവളെ കല്യാണം കഴിക്കാൻ പോയി എന്നെ പറഞ്ഞാ മതിയല്ലോ. ഞാൻ വീണതേ വാരിക്കുഴിയില, വാരിക്കുഴിയില്. ആകാശം ചാരി അവളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എത്ര നോക്കിയെന്നറിയൂ. ഞാൻ അവരെ മനസ്സിലാക്കിയില്ല. എനിക്ക് മതിയായി, മതിയായി. ഇപ്പൊ കയറി വരോള് ആന്റി കുഞ്ഞിനൊക്കെ വിളിച്ചോണ്ട് എന്നെ മനസ്സിലാക്കലേ പറഞ്ഞോണ്ട്. അപ്പൊ അമ്മ പറയണം എന്റെ ഡിവോഴ്സ് പേപ്പർ സൈൻ ചെയ്ത് പോവാനായിട്ട്. എന്തോന്ന് അരവിന്ദ്? അവന്റെ ജീവിതം ഹോമിച്ചിട്ട് ഇനി അരവിന്ദ് അരവിന്ദ് എന്ന് വിളിച്ചിട്ട് എന്തിനാ? ഇതൊരു അവസരമായിട്ട് കണ്ടിട്ട് എന്റെ മോനെ ജീവിതം നശിപ്പിക്കരുത്. അതിന് ഞാൻ സമ്മതിക്കില്ല. ഞാൻ പറഞ്ഞതൊക്കെ നുണയാണെന്നാണ് അമ്മ വിചാരിച്ചോണ്ടിരിക്കുന്നത്. എന്റെ നല്ലതിനു വേണ്ടി സംസാരിക്കുന്ന ആരാണെന്ന് അമ്മയ്ക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലേ? അതൊന്നും അവൾക്ക് മനസ്സിലാവില്ല മോനെ, ഈ ജന്മത്ത് മനസ്സിലാവില്ല. അല്ല, നീയും മനസ്സിലാക്കിയത് ഇപ്പോഴാണല്ലോ. എത്രയോ തവണ നിന്നോട് പറഞ്ഞു വേണ്ട വേണ്ട, കേട്ടില്ലല്ലോ. നീയും നിന്റെ ജീവിതം നന്നായി കാണാൻ വേണ്ടി ആകാശം ചാരുമോളും നിന്റെ കാല് പിടിച്ച് പറഞ്ഞതല്ലേ? അപ്പോഴും നിനക്ക് വാശിയായിരുന്നല്ലോ അവളെ കെട്ടാൻ. ഇപ്പൊ തെറ്റിപ്പോയത് നിനക്കാണെന്ന് മനസ്സിലായില്ലേ? അവളുടെ പൊസിഷനും അധികാരവും എന്റെ കണ്ണും മനസ്സും മറച്ചു. എനിക്ക് അതിലിപ്പോ കുറ്റബോധമുണ്ട്. ഇനി കുറ്റബോധം തോന്നിയിട്ട് എന്താ കാര്യം? നീയാണ് തൊടരുത്, കൊള്ളും എന്നൊക്കെ പറഞ്ഞു തന്നതല്ലേ? ഇല്ല, ഞാൻ തൊടും എന്ന് വാശി പിടിച്ചാ കൊള്ളുക തന്നെ ചെയ്യും. ഇതുകൊണ്ടൊക്കെയാ മുതിർന്നവര് പറയുന്നത് അനുസരിക്കണം എന്ന് പറയുന്നു. ബാലമാമേ, അരവിന്ദേട്ടൻ മനസ്സ് തകർന്നു നിൽക്കുക. ഇനി കൂടുതൽ വേദനിപ്പിക്കണ്ട. വായടക്കടി. നിന്റെ ആഗ്രഹം ഇപ്പൊ നടന്നില്ലേ? അല്ല, നടത്തിയെടുത്തു. എന്റെ മോന്റെ ജീവിതം നീ ഇല്ലാതാക്കി. അമ്മേ, ഇനി എന്റെ അനിയനെയോ അവന്റെ ഭാര്യയോ കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടുണ്ടല്ലോ, എന്റെ വായിരിക്കുന്നത് കേൾക്കേണ്ടി വരും.